കടലിനാൽ ചുറ്റപ്പെട്ട പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ അതിമനോഹരമായ ഒരു കൊച്ചു രാജ്യം. പേര് ടുവാലു. ശാന്ത സമുദ്രത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 9 ദ്വീപുകളുടെ ഈ കൂട്ടം ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായി കേൾക്കുകയാവും. പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനത ഒന്നടങ്കം തങ്ങളുടെ രാജ്യം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറാൻ തയ്യാറെടുക്കുകയാണ്. ഇത് യുദ്ധം കൊണ്ടോ രാഷ്ട്രീയ പ്രതിസന്ധികൾ കൊണ്ടോ അല്ല, മറിച്ച് കാലാവസ്ഥാ വ്യതിയാനം എന്ന ആഗോള പ്രതിഭാസം കാരണമാണ്. ടുവാലുവിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നത് ഉയരുന്ന സമുദ്രനിരപ്പാണ്. വെറും 11,000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഈ രാജ്യത്തിന്റെ ശരാശരി ഉയരം കടൽ നിരപ്പിൽ നിന്ന് വെറും 2 മീറ്റർ മാത്രമാണ്. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഇവിടുത്തെ സമുദ്രനിരപ്പ് 15 സെന്റിമീറ്റർ ഉയർന്നുവെന്നാണ് നാസയുടെ കണ്ടെത്തൽ. ഇത് ഇനിയും വേഗത്തിൽ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ 9 ദ്വീപുകളിൽ 2 എണ്ണം ഇപ്പോൾ തന്നെ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വാസയോഗ്യമല്ലാതായി തീരുമെന്ന് ശാസ്ത്രലോകം ഉറപ്പിച്ചു പറയുന്നു. ഈ സാഹചര്യത്തിലാണ് അയൽ രാജ്യമായ ഓസ്ട്രേലിയ ടുവാലുവിന് ഒരു കൈത്താങ് നൽകുന്നത്. 2023-ൽ ഇരു രാജ്യങ്ങളും ചേർന്ന് ഫാലിപ്പിലി യൂണിയൻ എന്ന പേരിൽ ഒരു ചരിത്രപരമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇതൊരു സാധാരണ കുടിയേറ്റ പദ്ധതിയല്ല, മറിച്ച് കാലാവസ്ഥ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ഉഭയകക്ഷി ഉടമ്പടിയാണ്. ഈ ഉടമ്പടി പ്രകാരം ഓരോ വർഷവും ടുവാലുവിലെ 280 പൗരന്മാർക്ക് ഓസ്ട്രേലിയയിൽ സ്ഥിര താമസത്തിന് അനുമതി ലഭിക്കും. അവർക്ക് ഓസ്ട്രേലിയയിൽ പൗരന്മാർക്ക് തുല്യമായ രീതിയിൽ വീട്, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയെല്ലാം ഉറപ്പാക്കും. ഈ പദ്ധതിയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ 2025 ജൂലൈയിൽ അവസാനിച്ച ആദ്യഘട്ട അപേക്ഷയിൽ തന്നെ ഏകദേശം 9,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇത് ടുവാലുവിലെ ജനങ്ങൾ എത്രമാത്രം ആശങ്കയിലാണെന്ന് വ്യക്തമാക്കുന്നു. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 280 പേർ ഈ വർഷം അവസാനത്തോടെ ഓസ്ട്രേലിയയിലേക്ക് താമസം മാറാൻ തുടങ്ങും. നറുക്കെടുപ്പിലൂടെയായിരിക്കും ആദ്യ സംഘത്തെ തിരഞ്ഞെടുക്കുക. ഈ പദ്ധതിയും ന്യൂസിലാൻഡ് പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റ സാധ്യതകളും പരിഗണിച്ചാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ടുവാലുവിലെ ജനസംഖ്യയുടെ 40% പേർക്ക് രാജ്യം വിടേണ്ടി വന്നേക്കാം. കാലാവസ്ഥാ ആഘാതം രൂക്ഷമാകുമ്പോൾ ടുവാലുവിലെ ജനങ്ങൾക്ക് അഭിമാനത്തോടെ മറ്റൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരമാണിത് എന്നാണ് ഓസ്ട്രേലിയൻ വിദേശകാര്യ മന്ത്രി പെന്നി വോങ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതേസമയം ടുവാലു പ്രധാനമന്ത്രി ഫെലിറ്റോ ടിയോ ലോകത്തോട് അഭ്യർത്ഥിക്കുന്നത് കാലാവസ്ഥാ ദുരന്തങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പുതിയൊരു അന്താരാഷ്ട്ര നിയമം തന്നെ രൂപീകരിക്കണമെന്നാണ്. ടുവാലുവിന്റെ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാലാവസ്ഥാ വ്യതിയാനം എന്നത് പത്രവാർത്തകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അത് മനുഷ്യരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഒരു രാജ്യത്തെ തന്നെയും ഇല്ലാതാക്കാൻ ശേഷിയുള്ള യാഥാർത്ഥ്യമാണെന്നും ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ടുവാലു. സ്വന്തം മണ്ണ് കടലെടുക്കുമ്പോൾ മറ്റൊരു രാജ്യത്ത് അഭയം തേടേണ്ടി വരുന്ന ഒരു ജനതയുടെ നിസ്സഹായതയ്ക്ക് ആര് ഉത്തരം നൽകും? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.